ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ ഓഡിബിൾ അല്ലേ? അനക്ക, മസ്ന. ഓക്കെ, താങ്ക് യു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തേർഡ് മൊഡ്യൂള് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൊജക്ട് മാനേജ്മെന്റിലെ ഡിസൈൻ ഫേസ് ഓർ പ്ലാനിങ് ഫേസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതിൽ ഡിസൈനിങ്ങിലെ ആ ഡയഗ്രാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. വൈ വി ആർ ആക്ച്വലി ഗോയിങ് ഫോർ പ്ലാനിങ്ങിന്റെ ആ ഡയഗ്രാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. മെയിൻ പ്രൊജക്ട് പ്ലാനിങ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ സോഫ്റ്റ്വെയറിന്റെ സോഫ്റ്റ്വെയർ സ്കോപ്പ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ സ്കോപ്പിൽ എന്തൊക്കെയായിരുന്നു മെയിൻ പോയിന്റ്സ് പറഞ്ഞത്? ഒരാളെന്ന് പറഞ്ഞേ. അഭിനവ്, അദ്വൈത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. നമ്മൾ സോഫ്റ്റ്വെയർ സ്കോപ്പിൽ എന്തൊക്കെ പറഞ്ഞു? സോഫ്റ്റ്വെയർ പ്രൊജക്ട് പ്ലാനിങ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ്. ഓക്കെ, സോഫ്റ്റ്വെയർ സ്കോപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്രൊജക്ട് പ്ലാനിങ് ആണ്. കാരണം എന്തുകൊണ്ടാൽ വൈ വി ആർ ഡൂയിങ് ദിസ് പ്രൊജക്ട്, ദെൻ വാട്ട് ആർ ദ ഫങ്ഷണാലിറ്റീസ് ഓഫ് ദി പ്രൊജക്ട്, പെർഫോമൻസ്, വാട്ട് ആർ ദി മെയിൻ കൺസ്ട്രെയിൻസ്, ഇന്റർഫേസസ്, അങ്ങനെ കുറച്ച് പോയിന്റ്സ് നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോഫ്റ്റ്വെയർ സ്കോപ്പ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഫസ്റ്റ് പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. മെയിൻലി വി ആർ കൺസിഡറിങ് ഇറ്റ്സ് ഫംഗ്ഷൻ, പെർഫോമൻസ്, ആ കുറച്ച് കാര്യങ്ങൾ പറയണം. ക്ലിയർ ആണേ? ദെൻ നിങ്ങൾ ഒരു സൈഡ് ഹെഡിങ് എഴുതുക, റിസോഴ്സസ് എന്ന് എഴുതുക. സോഫ്റ്റ്വെയർ സ്കോപ്പ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിസോഴ്സസ്. പ്രൊജക്ട് പ്ലാനിങ്ങിലെ മെയിൻ പാർട്ട് നമ്മൾ അതിന്റെ സ്കോപ്പാണ്. എന്തിനാണ് നമ്മൾ അത് ബിൽഡ് ചെയ്യുന്നത്, പെർഫോമൻസ് എന്താണ്, ഫങ്ഷണാലിറ്റി എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത് ഈ 2 പോയിന്റ് മാത്രമേ നമ്മൾ കുറച്ച് എലാബറേറ്റ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് വൺ സോഫ്റ്റ്വെയർ സ്കോപ്പും, രണ്ടാമത്തത് റിസോഴ്സസും. ഇനി റിസോഴ്സസ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാനൊരു റെപ്രസെന്റേഷൻ തരാം. റിസോഴ്സിൽ നമ്മളൊരു പിരമിഡ് ആയിട്ടാണ് ഒരു സോഫ്റ്റ്വെയർ റിസോഴ്സിനെ വരക്കുന്നതെന്ന് കരുതാം. ഇതാണ് പിരമിഡ്. പിരമിഡിന് നമുക്ക് 3 ലെയേഴ്സേ ഉള്ളൂ. ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ ആൻഡ് തേർഡ് ലെയർ. ഈ ലെയറിൽ ഫസ്റ്റ് വരുന്ന റിസോഴ്സ് എന്ന് പറയുന്നത് പീപ്പിൾ ആണ്. ജസ്റ്റ് ഡ്രോ ചെയ്യാം. രണ്ടാമത്തെ റിസോഴ്സ് എന്ന് പറയുന്നത് റീയൂസബിൾ സോഫ്റ്റ്വെയർ കോമ്പോണൻസ്. തേർഡ് എന്ന് വെച്ചാൽ എൻവയോൺമെന്റ് ആണ്. എൻവയോൺമെന്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആകാം ഓർ ഹാർഡ്വെയർ ആകാം. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ മെയിൻ സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ പറയുന്ന റിസോഴ്സസ്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു സ്കോപ്പ് ഓഫ് ദി പ്രൊജക്ട്. സെക്കൻഡ് വൺ വി ആർ കൺസിഡറിങ് അബൌട്ട് റിസോഴ്സസ്. അപ്പൊ മെയിൻ റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് ഡ്രോ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? പീപ്പിൾ ആണ് മെയിൻ റിസോഴ്സ്. ദെൻ സം റീയൂസബിൾ കോമ്പോണൻസ് അവിടെ ഉണ്ട്. സോഫ്റ്റ്വെയർ എൻവയോൺമെന്റ് ഉണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഡ്രോ ചെയ്യാം. അഖിൽ ഇതൊന്ന് ഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോയിന്റ്സ് മാത്രം സൈഡിൽ എഴുതിയാൽ മതി. ഫുൾ എഴുതി ബോറടിക്കണ്ട. ഇലാബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. വെറുതെ എഴുതി സമയം കളയണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടുന്നതോ എന്ന് തോന്നുന്ന പോയിന്റ്സ് മാത്രം എഴുതാം. അപ്പം പീപ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ദേ ആർ ഹ്യൂമൻ റിസോഴ്സസ്. ഡെവലപ്മെന്റ് സ്റ്റേജിൽ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാൻ വേണ്ട ആൾക്കാരെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് സ്കില്ലും ഡെവലപ്മെന്റ് എഫേർട്ടും മാത്രമാണ്. ഹ്യൂമൻ റിസോഴ്സസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ദെയർ സ്കിൽ ടു ബിൽഡ് എ സോഫ്റ്റ്വെയർ ആൻഡ് ദെയർ ഡെവലപ്മെന്റ് എഫേർട്ട്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സിന് ഒരു ഹൈഫനറ്റ് എഴുതാം. വി ആർ കൺസിഡറിങ് സ്കിൽ സെറ്റ് ഓഫ് എ ഡെവലപ്പർ ഓർ ദെയർ ഡെവലപ്മെന്റ് എഫേർട്ട് എന്ന് എഴുതാൻ പറ്റും. വെരി ക്ലിയർ ആണെന്ന് കരുതുന്നു. അനഘ ഹരീഷൻ, നമ്മൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവാണ്, റീയൂസബിൾ കോമ്പോണൻസ്. ഓക്കെ, റീയൂസബിൾ കോമ്പോണൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സപ്പോർട്ട്സ് കിട്ടും. എക്സാമ്പിൾ പറയാം. ഇപ്പം എനിക്കൊരു ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം വേണമെന്ന് കരുതുക. ഞാൻ പോയിട്ട് അത് ബിൽഡ് ചെയ്യാൻ വേണ്ടി അപ്രോച്ച് ചെയ്യണമെന്നില്ല. ചിലപ്പം ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം പോലുള്ള പ്രൊഡക്ട്സ് ചില കമ്പനീസിൽ ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. ഞാൻ പോയിട്ട് എന്ത് ചെയ്താൽ മതി? അത് വാങ്ങിയാൽ മതി. ഞാൻ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, എൻ്റെ റിക്വയർമെന്റ്സ് ഒക്കെ അതിൽ സോൾവഡ് ആണോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് കടയിൽ പോയി സാധനം വാങ്ങുന്ന പോലെ എനിക്കത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്.
ഇനി വേറെ ചില കാര്യങ്ങൾ, ഇപ്പം ഞാനൊരു അപ്രോച്ചുമായിട്ട് പോകുമ്പം ഓൾറെഡി ആ കമ്പനിയിൽ അങ്ങനെയുള്ള റിലേറ്റഡ് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു ആൾട്ടറേഷൻ വരുത്തി നമ്മളെ റിക്വയർമെന്റും കൂടി കവർ ചെയ്തിട്ട് ആ പ്രൊജക്റ്റിന് എനിക്ക് തരാൻ പറ്റും. ഒന്നുകൂടി പറയാം, എൻ്റെർ ആയിട്ട് സോഫ്റ്റ്വെയറിനെ ബിൽഡ് ചെയ്യാതെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ചെറിയൊരു ആൾട്ടറേഷൻ വരുത്തി നമുക്ക് ആ പ്രൊഡക്റ്റിന് തരാൻ പറ്റും. പിന്നെ ഏതെങ്കിലും കുറച്ച് പാർട്ടുകളൊക്കെ ആഡ് ചെയ്ത് ഒരു ന്യൂ കോമ്പണൻസും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് പുതിയ സോഫ്റ്റ്വെയറിനെ ബിൽഡ് ചെയ്ത് തരാൻ പറ്റും. അപ്പം റീയൂസബിൾ കോമ്പണന്റ് റിസോഴ്സിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിനെ തേർഡ് പാർട്ടിയിൽ നിന്ന് വാങ്ങാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൽ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി നമ്മുടെ സോഫ്റ്റ്വെയർ ആക്കി അതിനെ മാറ്റാൻ പറ്റും. എഞ്ചിനീയേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ചെറിയ ചേഞ്ചസ് വരുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഫ്റ്റ്വെയറിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫുള്ളി നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഫോക്കസ് ഓൺ ബിൽഡിംഗ് ന്യൂ സോഫ്റ്റ്വെയർ. ഇപ്പൊ റീയൂസബിൾ കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗിൽ നിന്നും കുറച്ച് ആൾട്ടറേഷനും മോഡിഫിക്കേഷനും വരുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഫ്റ്റ്വെയറിനെ ബിൽഡ് ചെയ്യാം. ഇറ്റ് കംസ് അണ്ടർ റിസോഴ്സസ്. ഇനി തേർഡ് പോയിന്റ്, എൻവയോൺമെന്റ് വിച്ച് ഇൻക്ലൂഡ് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ എലമെന്റ്സ്. എന്ന് പറഞ്ഞാൽ എന്താ, ഈ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട എൻവയോൺമെന്റ് എന്തൊക്കെയാണോ അതിനെയാണ് നമ്മൾ ഹാർഡ്വെയർ ടൂൾസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടൂൾസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. എന്തൊക്കെ ഉണ്ടാവാം, ടൂൾസ് സച്ച് ആസ് കമ്പൈലേഴ്സ്, ലിങ്കേഴ്സ്, സം ഡെവലപ്മെന്റ് കമ്പ്യൂട്ടേഴ്സ്, വി മേ നീഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, സം ഹാർഡ്വെയർ റിക്വയർമെന്റ്സ് ഉണ്ടാവും. ഇതൊക്കെ എന്തിലാണ്, എൻവയോൺമെന്റിലാണ് വരുന്നത്. ക്ലിയർ ആണോ? അനുഗ്രഹ് എം ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ അല്ലേ? എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ അനുഗ്രഹം എന്തൊക്കെ പറയും? ടൂൾ needed to build a software which include softwares and hardwares. We can have compilers, interpreters പറയാം, ടെക്സ്റ്റ് എഡിറ്റേഴ്സ്, കമ്പ്യൂട്ടേഴ്സ്, നെറ്റ്വർക്ക്, അതർ ഹാർഡ്വെയർ എലമെന്റ്സ്. ഇതൊക്കെ എന്തായിട്ട് വേണം, ഒരു റിസോഴ്സ് ആയിട്ട് വേണം ടു ബിൽഡ് എ സോഫ്റ്റ്വെയർ. ശ്രീഷ്മ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്യൂപ്പിളും എൻവയോൺമെന്റും നിങ്ങൾക്ക് കട്ടൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ എഴുതുക റീയൂസബിൾ കോമ്പണൻസ് എന്ന് എഴുതിയിട്ട് റീയൂസബിൾ കോമ്പണൻസ് എന്ന് എഴുതുക. എന്നിട്ട് പറയാം റീയൂസബിൾ കോമ്പണൻസ് എന്ന് എഴുതുക. ഇതാ ഞാനിവിടെ എഴുതുന്നുണ്ട്, റീയൂസബിൾ കോമ്പണൻസ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് കാറ്റഗറി ഓഫ് ദ ഷെൽഫ് കമ്പോണന്റ് ആണ്. ഓഫ് ദി ഷെൽഫ്, ഓഫ് ദി ഷെൽഫ് എന്നാണ് നമ്മൾ പറയാ. ഓഫ് ദി ഷെൽഫ് കോമ്പണന്റ്. ഓഫ് ദി ഷെൽഫ് കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? എക്സിസ്റ്റിംഗ് ആണ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്, നമ്മൾ പോയി വാങ്ങിയാൽ മതി. എക്സിസ്റ്റിംഗ് ഓഫ് ദി ഷെൽഫ് കോമ്പണന്റ്. റീയൂസബിൾ കോമ്പണന്റിൽ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ഷെൽഫ് കോമ്പണന്റ് ആണ്. എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്, നമ്മൾ ജസ്റ്റ് പോയിട്ട് വാങ്ങിയാൽ മതി അതിനെ. അഞ്ജലി, റീയൂസബിൾ കോമ്പണന്റ് ഓഫ് ദി ഷെൽഫ് കോമ്പണന്റ് മനസ്സിലായില്ലേ? ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ആണ് ഞാൻ പറഞ്ഞു ചെറിയ ആൾട്ടറേഷൻ വേണ്ട കാര്യം. അതിനെ നമ്മൾ പറയുന്നു ഫുൾ എക്സ്പീരിയൻസ് കോമ്പോണന്റ്. ഫുൾ എക്സ്പീരിയൻസ് കോമ്പോണന്റ്. ഫുൾ എക്സ്പീരിയൻസ് കോമ്പോണന്റ് ഹൈഫൺ എഴുതുക. റിക്വയർ സം മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ റിക്വയർ ഫ്യൂ മോഡിഫിക്കേഷൻസ്. ഫുൾ എക്സ്പീരിയൻസ് കോമ്പോണൻസ് എഴുതുക. റിക്വയർ വെരി ഫ്യൂ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ റിക്വയർ സം മോഡിഫിക്കേഷൻസ്. സെക്കൻഡ് കാറ്റഗറിയാണ് ഫുൾ എക്സ്പീരിയൻസ് കോമ്പോണന്റ്.
ദെൻ എഴുതുക ന്യൂ കോമ്പണൻസ്. ന്യൂ കോമ്പണൻസ്. ന്യൂ കോമ്പണൻസ്. Part that is built specifically for this project. Part that built specifically for this project. New components പറഞ്ഞാൽ പാർട്ട് ദാറ്റ് ബിൽറ്റ് സ്പെസിഫിക്കലി ഫോർ ദിസ് പ്രൊജക്ട്. ഇത്രയും കാര്യങ്ങളാണ് റിസോഴ്സസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. മസ്ന, ജസ്ന, ഷെറിൻ, കാർത്തിക് ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ കോമ്പണൻസിൽ ഓപ്ഷണൽ കോമ്പണൻസ് നമ്മൾ പോകുന്നു വാങ്ങുന്നു. ദെൻ എക്സ്പീരിയൻസ്ഡ് കോമ്പണൻസ്, ഫുള്ളി എക്സ്പീരിയൻസ് കോമ്പണൻസിന്റെ ചെറിയ മോഡിഫിക്കേഷൻ മതി. ന്യൂ കോമ്പണൻസ് വി ആർ ബിൽഡിംഗ് ഫോർ ദിസ് സ്പെസിഫിക് പ്രൊജക്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മെയിൻ കോമ്പണൻസ് ആയ സോഫ്റ്റ്വെയറിന്റെ സ്കോപ്പ് ആൻഡ് റിസോഴ്സസ് നമ്മൾ കവർ ചെയ്തു. സ്കോപ്പ് ആൻഡ് റിസോഴ്സസ് നമ്മൾ കവർ ചെയ്തു. പ്രണവ് എ ആൻഡ് പ്രണവ് സി ക്ലിയർ അല്ലേ? റിസ്വിൻ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. റിസ്വിൻ. ദെൻ റോഷൻ നമ്പ്യാർ. ഓക്കെ റിസ്വിൻ. റിസ്വിൻ ശ്രദ്ധിക്കുക, കുറേശ്ശെ മനസ്സിലാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. സ്റ്റാഫിംഗ് ആൻഡ് പേഴ്സണൽ പ്ലാനിംഗ് എന്നാണ് ടോപ്പിക്കിന്റെ പേര്. സ്റ്റാഫിംഗ് ആൻഡ് പേഴ്സണൽ പ്ലാനിംഗ്. നെക്സ്റ്റ് ടോപ്പിക് ആണ്, നോട്ട് ഡൗൺ ചെയ്യുക. സ്റ്റാഫിംഗ് ആൻഡ് പേഴ്സണൽ പ്ലാനിംഗ്. ഓക്കെ. അപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നമ്മൾ ചെയ്തു, റിക്വയർമെന്റ് ഐഡന്റിഫൈ ചെയ്തു, നമ്മൾ അതിനെ പ്രോപ്പർലി പ്ലാൻ ചെയ്തു. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നമ്മൾ ഡിസൈൻ ചെയ്യണം. ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്റ്റാഫ് വേണം. ഏറ്റവും ബേസിക് കേസാണ്, കുറച്ച് സ്റ്റാഫ് വേണം. എന്തിനാ ഈ കോഡൊക്കെ ചെയ്യാൻ വേണ്ടി ഇന്റലിജന്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ വേണം. അപ്പൊ നമ്മൾ എങ്ങനെ സ്റ്റാഫിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെ സ്റ്റാഫിംഗ് പെർഫോം ചെയ്യും, ഓരോ സ്റ്റാഫിനെ എങ്ങനെ പ്ലാൻ ചെയ്ത് ഓരോ ഡൊമൈനിലേക്ക് നമ്മൾ കൊടുക്കും. സിമ്പിളായ കാര്യമാണ്, നമ്മൾ കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് പറയുന്നേ ഉള്ളൂ. തിയററ്റിക്കലി അറിഞ്ഞിരിക്കുക, ചിലപ്പം ക്വസ്റ്റ്യൻ വരും. അപ്പം സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു ഫേം, കമ്പ്യൂട്ടർ ഫേം നടത്തുന്നുണ്ട്, എനിക്ക് സ്റ്റാഫ് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ റിക്വയർമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഞാനൊരു, ഇപ്പൊ എനിക്ക് എക്സ്പീരിയൻസിന്റെ ആളെ വേണമെങ്കിൽ ഞാൻ എൻ്റെ റിക്വയർമെന്റ്സ് ഒക്കെ പറയും. എ കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് വിത്ത് 3 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ കോഡിംഗ്, അങ്ങനെ തന്നെ ഞാൻ പറയും. ഓക്കെ. അപ്പം അതിന് എനിക്ക് ഒരുപാട് റെസ്പോൺസ് വരും. അപ്പം ഞാൻ പ്രോപ്പർലി ഇന്റർവ്യൂ നടത്തും. ഇന്റർവ്യൂ നടത്തിയിട്ട് ഞാൻ എന്ത് ചെയ്യും, അവരുടെ കാപ്പബിലിറ്റി, അവർ ആ ഡൊമൈനിൽ വർക്ക് ചെയ്യാൻ കാപ്പബിൾ ആണോ, അവർക്ക് നോളജ് ഉണ്ടോ, നമ്മളെ ഡൊമൈനിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിക്കണം. അപ്പൊ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇറ്റ്സ് എ പ്രാക്ടീസ് ഓഫ് ഫൈൻഡിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് കൊളീഗ്സ്. അപ്പം സ്റ്റാഫിംഗ് എന്തൊക്കെയുണ്ട്? വി ഹാവ് ടു ഫൈൻഡ് ദി പീപ്പിൾ, റൈറ്റ് പേഴ്സണെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ചിലപ്പോൾ അവര് ഓൾറെഡി ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ആയിരിക്കും. ഓക്കെ. നമ്മൾ എന്തിനാ സ്റ്റാഫിംഗ് പെർഫോം ചെയ്യുന്നത്? നമ്മളെ കമ്പനിയിൽ നമുക്ക് കുറെ സോഫ്റ്റ്വെയർസ്, കുറെ റിക്വയർമെന്റും പ്രൊജക്റ്റും ഒക്കെ വന്നിട്ടുണ്ടാവും. അതൊക്കെ സോൾവ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോളജ് ഉള്ള, സ്കില്ലുള്ള, എഫേർട്ട് ഉള്ള ആൾക്കാരെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഹയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സാധാരണ വെർബലി തന്നെ നമുക്ക് എഴുതാൻ പറ്റും, ടെക്നിക്കൽ ടേംസ് ഒന്നുമില്ല. പ്രാക്ടീസ് ഓഫ് ഫൈൻഡിങ് ആൻഡ് ഇവാലുവേറ്റിംഗ്, ദെൻ നമ്മൾ അവരെ ഹയർ ചെയ്യുന്നു. ഹയർ ചെയ്തിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് പ്രോപ്പർ ട്രെയിനിങ്ങും നമ്മളെ ഡൊമൈൻ നോളജ് ഒക്കെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ ഡൊമൈനിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അതിലേക്ക് പോവാം. ഈ ജസ്റ്റ് ഈ ഫ്യൂ ലൈൻസ് ഒന്ന് നിങ്ങളൊന്ന് വായിച്ചേ. റൈസ ഖാലിദ്. സ്റ്റാഫിംഗ് ഈസ് എ പ്രാക്ടീസ് ഓഫ് ഫൈൻഡിങ്, ഇവാലുവേറ്റിംഗ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് എ വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ഫ്യൂച്ചർ കൊളീഗ്സ്. ഫ്യൂച്ചർ കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാഫിംഗ് പെർഫോം ചെയ്ത് ഹയർ ചെയ്താൽ മാത്രമേ അവർ നമ്മുടെ കമ്പനിയിലേക്ക് വരുള്ളൂ. സ്റ്റാഫിംഗ് ഇൻവോൾവ് ഫൈൻഡിങ് പീപ്പിൾ യു മേ ബി ഹയർഡ് ഫോർ
ഒന്നുകിൽ ഹയർഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ഓൾറെഡി വർക്കിംഗ് ആയിരിക്കും. നിഹാല ക്ലിയർ അല്ലേ? നിതിൻ ബാബു, നേഹ? സാർ ഓക്കെയാണ്. ഓക്കെ. നോക്കാം നമ്മൾ എങ്ങനെയുള്ള ആൾക്കാരെയാണ് ശരിക്കും ഹയർ ചെയ്യുക. അപ്പൊ നമുക്കൊരു ത്രഷോൾഡ് ഉണ്ടാവും, ഇത്ര ലെവൽ വരെ നോളജ് ഉണ്ടാവണം, ഹി ഓർ ഷി മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് പെർഫോമിങ് ഇത്രയൊക്കെ ടാസ്ക്. അപ്പൊ നമുക്കൊരു ഡിമാൻഡ് ഉണ്ടാവും. ആ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന ആളെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒരു കമ്പനിയിലേക്ക് ഹയർ ചെയ്യുള്ളൂ. സെന്റിമെന്റ്സിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും റെഫറൻസിന്റെ ഒക്കെ പുറകെ പോയി കഴിഞ്ഞാൽ ചിലപ്പം അവർ ക്യാപ്പബിൾ ആയിരിക്കണം എന്നില്ല നമ്മുടെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മളൊരു ചില സെറ്റ് ഓഫ് ഡിമാൻഡ്സ് വെക്കും. ആ ഇന്റൻസിറ്റി ലെവല് ഗ്രേറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡിന് ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിന് വേണ്ടി ഒരാളെ ഹയർ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഓർത്തിരിക്കുക, സ്റ്റാഫിംഗ് പെർഫോം ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, ഹി ഓർ ഷി മസ്റ്റ് ഹാവ് അത്രയും നോളജ് ഉണ്ടാവണം, അത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവണം, ഒരു ഇന്റൻസിറ്റി ലെവൽ ഉണ്ടാവണം. ആ ലെവലിന് ഗ്രേറ്റർ ഓർ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പേഴ്സണെ ഹയർ ചെയ്യാം. ഇനി ഹയർ ചെയ്ത ആള് നമ്മൾ ആ ടാസ്ക് പെർഫോം ചെയ്ത് കഴിയുന്നത് വരെ, ചില കമ്പനീസിൽ ബോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, 1 വർഷമാണ് 1 വർഷം. നമ്മൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നവരെ നമ്മളെ കൂടെ ഉണ്ടാവണം, നമുക്ക് ഉറപ്പുണ്ടാവണം. അല്ലാതെ ഹയർ ചെയ്ത് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അയാൾ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മളെ ഹയറിംഗ് കോസ്റ്റ്, നമ്മുടെ ടൈം കുറെ വേസ്റ്റ് ആണ്. അപ്പൊ ഹയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ദാറ്റ് പേഴ്സൺ ഷുഡ് ബി അവൈലബിൾ ടു പെർഫോം ദി ആക്ടിവിറ്റി ഫോർ എ പെർട്ടിക്കുലർ പീരീഡ്. ഒരു പീരീഡ് ഓഫ് ടൈം വരെ അയാൾ നമ്മളെ കൂടെ ഉണ്ടാവണം. അപ്പൊ ആ 2 കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഒരാളെ ഹയർ ചെയ്യാൻ. ഒന്ന്, നമ്മളെ ഇന്റൻസിറ്റി ലെവല്, നമ്മളെ ഡിമാൻഡ് വരെ അയാൾ എത്തുന്നുണ്ടോ നോക്കുക, അത്രയും ടൈം നമ്മളെ കൂടെ അയാൾ വർക്ക് ചെയ്യോ നോക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ അയാളെ ഹയർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ഇനി ആഫ്റ്റർ പെർഫോമിംഗ് ഹയറിംഗ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? വി ഹാവ് ടു ട്രെയിൻ ദി ന്യൂ മെമ്പേഴ്സ്. നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിക്കണം. ഓക്കെ. പ്രോപ്പർലി നമ്മൾ സിസ്റ്റവും കാര്യങ്ങളൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കണം. അവർക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടാവും, ഡെഫിനറ്റ് ആയിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ ഒരു പ്രോബ്ലംസോ നെഗറ്റീവ്സോ എന്തെങ്കിലും ഉണ്ട്, ഏതെങ്കിലും നോളജിൽ വിവരക്കുറവുണ്ടെങ്കിൽ, അവർ അത്രയും ക്യാപ്പബിൾ അല്ല എങ്കിൽ പ്രോപ്പർലി നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ദെൻ വി ഹാവ് ടു ട്രെയിൻ ദം ദർ ആറ്റിറ്റ്യൂഡ്, സ്കില്ല്. നമ്മളെ കമ്പനീന്റെ, നമുക്ക് എല്ലാ കമ്പനിക്കും ഒരു എന്താ പറയാ, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെ ആ ഒരു സ്ട്രാറ്റജിയിലെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് പ്രിൻസിപ്പാളിന് ഒരു റിക്വസ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് വി ഹാവ് ടു അപ്രോച്ച് അവർ ട്യൂട്ടർ. ട്യൂട്ടർ എന്ത് ചെയ്യും? HODക്ക് ഫോർവേഡ് ചെയ്യും. HOD അത് പ്രിൻസിപ്പാളിന് ഫോർവേഡ് ചെയ്യും. ആ രീതിയിലൊരു എല്ലാ കമ്പനിയിലും എല്ലാ ഓർഗനൈസേഷനിലും ഒരു സ്ട്രക്ചർ ഉണ്ടാവും, ഒരു ഹൈറാർക്കി ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ ഒരു പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം അബൌട്ട് അവർ പിന്നെ എന്താ സ്ട്രക്ചേഴ്സ്, അല്ലെങ്കിൽ നമ്മളെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, നമ്മളെ കമ്പനീന്റെ കുറെ കാര്യങ്ങൾ, പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ അവരെ പ്രോപ്പർലി അറിയിക്കണം. ചില കമ്പനീസിൽ ഇതൊന്നും വേണ്ടി വരില്ല. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് സാർ ഓർ മേഡം എന്ന് പറഞ്ഞ് മെയിൽ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ആ സ്റ്റാഫിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക. തിയറിയാണേ. ദെൻ അവർക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്, ബോണസ് എന്താണ്, ദർ ഫിനാൻഷ്യൽ റെമ്യൂണറേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്യുമ്പോൾ സ്റ്റാഫിങ്ങിൽ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ പ്യൂർലി തിയറിയാണ്. ഒരാൾക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? സംഗീത് ഒന്ന് കൺക്ലൂഡ് ചെയ്തേ. സംഗീതിന്റെ കമ്പനീസിലേക്ക് എങ്ങനെ ഒരാളെ റിക്രൂട്ട് ചെയ്യും? അങ്ങനെ സാറേ, റിക്രൂട്ട്മെന്റ് ടൈം അല്ലെങ്കിൽ സ്റ്റാഫിങ്ങിൽ സംഗീതിന്റെ കൺസിഡറേഷൻ എന്തൊക്കെയാണ്? കൊടുക്കുന്ന ജോലി ചെയ്യാൻ പറ്റുമെന്ന്, അയാളെ കൊണ്ട് പറ്റുമോ നോക്കണം. അയാളുടെ ഇന്റൻസിറ്റി ലെവൽ, നോളജ്, എഫേർട്ട്, സ്കില്ല്, എക്സ്പീരിയൻസ് നോക്കും. ദെൻ പിന്നെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും? അയാളെ കൊണ്ട് വർക്ക് പ്രോപ്പർ ടൈമിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, നമ്മളെ ടെക്നോളജി പഠിപ്പിക്കണം,
സുന്ദരിയാണെങ്കിൽ അവരെ ഫോൺ നമ്പർ നമ്മൾ വാങ്ങി വെക്കണം, അങ്ങനെയൊക്കെ ചെയ്യണ്ടേ? ഓക്കെ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളെ നോളജ്, നമ്മളെ കമ്പനിയുടെ ഹൈറാർക്കി ഒക്കെ കീപ്പ് ചെയ്യണം. അവരെ നമ്മുടെ ടെക്നിക്കൽ നോളജും കാര്യങ്ങളൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യണം. നമ്മുടെ ബെനിഫിറ്റ്സ്, ഫിനാൻഷ്യൽ റെമ്യൂണറേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റാഫിങ്ങിൽ കൺസിഡർ ചെയ്യേണ്ടത്. ശ്രദ്ധ ക്ലിയർ അല്ലേ? ശ്രദ്ധ എന്തൊക്കെ ചെയ്യും എക്സ്ട്രാ? അത് അവരുടെ ഡിമാൻഡ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കുന്നത്. ഓക്കെ, അവൈലബിൾ ആണോ നോക്കുക. ഓക്കെ. പിന്നെ ആഫ്റ്റർ അത് നമ്മൾ അവർക്കുള്ള നോളജ് കുറവാണെങ്കിൽ പ്രോപ്പർലി നമ്മൾ കൊടുക്കാം, ട്രെയിൻ ചെയ്യിക്കുക. പ്രോപ്പർലി ട്രെയിൻ ചെയ്യിക്കണം. അവരുടെ ആറ്റിറ്റ്യൂഡ്, ഇപ്പം നമുക്കുണ്ടാവും ശ്രദ്ധയുടെ കമ്പനിയിൽ നല്ല ഫോർമൽ ആയിട്ട് തന്നെ വരണം എന്നാണെങ്കിൽ നമുക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ്സ് കറക്റ്റ്, കമ്മ്യൂണിക്കേഷൻ, ചില കമ്പനീസ് പറയും യു മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. വലിയ വലിയ കമ്പനീസിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഗൂഗിളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാഷ്വലി പോകണം, ഫോർമലി പോകണം എന്നില്ല, ഷോർട്ട്സ് ഇട്ട് പോയാലും അവർക്ക് വിഷയമല്ല. നമ്മുടെ എൻവയോൺമെന്റും കാര്യങ്ങളൊക്കെ നല്ല ആംബിയൻസ് ആയിരിക്കും. പക്ഷെ സ്ട്രിക്റ്റ് കറക്റ്റ് ബയോമെട്രിക് സ്കാനിങ് ഒക്കെയുള്ള കമ്പനീസും ഉണ്ട്. അപ്പം നമ്മുടെ കമ്പനിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പർലി അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇനി നമ്മൾ വരികയാണ് മെയിൻ ഇഷ്യൂസ് ഇൻ സ്റ്റാഫിങ്. എന്തൊക്കെയാണ് സ്റ്റാഫിങ്ങിൽ വരുന്ന ഇഷ്യൂസ്? എല്ലാ കമ്പനീസിലും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ടീം ഉണ്ടാവും. HR ടീമാണ് ഈ സ്റ്റാഫിങ് ചെയ്യുന്നത്. ദെൻ ട്രെയിനിങ് ചെയ്യിക്കുന്നത് വേറെ ട്രെയിനേഴ്സ് ഉണ്ടാവും, ട്രെയിനിങ് ടീം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ലാക്ക് ഓഫ് പ്രൊജക്ട് മാനേജ്മെന്റ് ട്രെയിനിങ് വൺ ഇഷ്യൂ ആണ്. പിന്നെ വേരിയിങ് സ്കില്ല്, ഒരാളെ കണ്ടിട്ട് അയാളുടെ പ്രൊഡക്ടിവിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഇനി ഒരു HR അയാളുടെ എക്സ്പീരിയൻസ് കുറവാണെങ്കിൽ അയാൾക്ക് ഈ ഒരു ഫീൽഡിൽ ചിലപ്പം ടെക്നിക്കലി വലിയ നോളജ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ചിലപ്പം ഗ്രാജുവേറ്റിന് തിയററ്റിക്കൽ നോളജ് മാത്രമേ ഉള്ളൂ, എല്ലാ കോൺസെപ്റ്റും അറിയാം, എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും തിയററ്റിക്കൽ കോൺസെപ്റ്റ് അറിയാം, പക്ഷെ കോഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്നെ പോലെ ആയിരിക്കും, അഖിൽ സാറിനെ പോലെ ആയിരിക്കും, അറിയുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം എന്തായിരിക്കും? മോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആർ തിയററ്റിക്കൽ. അപ്പം അയാളുടെ പെർഫോമൻസ് ഒരിക്കലും നമ്മൾ അയാളെ ഫീൽഡിലേക്ക് വിട്ടാൽ മാത്രമേ, ഒരു പ്രൊജക്ട് കൊടുത്താൽ മാത്രമേ അയാൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം മിക്ക കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, മെഷീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് നടത്തും, ഒരു കോഡ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഓർ ജസ്റ്റ് കോഡേഴ്സ്, വെറും ബുജികൾ മാത്രമായിരിക്കും, കോഡ് ചെയ്യാൻ മാത്രം അറിയും, പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല, എന്തെങ്കിലും പറയാൻ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനത്തെ സ്കിൽസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഒരു കമ്പനിയിൽ വരുമ്പോൾ അയാൾക്ക് എന്തുണ്ടാവണം? നമ്മൾ പറഞ്ഞു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ബോത്ത് ടെക്നിക്കൽ ആൻഡ് മാനേജ്മെന്റ് സ്കില്ലുള്ള ഒരാളായിരിക്കണം എപ്പോഴും വരേണ്ടത്. പ്രസന്റേഷൻ സ്കില്ല് വേണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം മേ ബി ദേ ആർ തിയററ്റിക്കൽ നോളജ് മാത്രമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ബുജികളായിരിക്കും, കോഡ് മാത്രം ചെയ്യുന്ന ആൾക്കാർ, ഒന്നും ഇണ്ടാണ്ട് കോഡ് ചെയ്തോളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്റ്റാഫിങ്ങിൽ വരുന്ന കുറച്ച് ഇഷ്യൂസ്. തിയറിയാണ്. വൈഷ്ണവി ക്ലിയർ അല്ലേ? എക്സ്പ്ലെയിൻ ഡിഫറെന്റ് സ്റ്റാഫിംഗ് ഇഷ്യൂസ് എന്ന് ചോദിച്ചാൽ 3 പോയിന്റ് എഴുതാൻ പറ്റണേ. സാരംഗ് പ്രേം. ഓക്കെ. സിനാന്റെ കമ്പനിയിൽ എന്തൊക്കെയാണ് ഇഷ്യൂസ് വരാൻ സാധ്യത സ്റ്റാഫിംഗ് ടൈമിൽ? ലാക്ക് ഓഫ് നോളജ്, സിനാന് വലിയ നോളജ് ഉണ്ടാവില്ല. ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് ട്രെയിനിങ്, അതുണ്ടാവില്ല. സിനാന് പെട്ടെന്ന് ഒരാളെ കണ്ടാൽ ഇഫ് ഓർ ഹി ഓർ ഷീ ഈസ് ക്യാപ്പബിൾ ഓഫ് ഡൂയിങ് സച്ച് ടൈപ്പ് ഓഫ് ജോബ് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവേണ്ടായി പോകും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്യൂസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. കാർത്തിക് ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ചെറിയൊരു ടോപ്പിക്കാണ് പേഴ്സണൽ പ്ലാനിങ്. പേഴ്സണൽ പ്ലാനിങ് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നമ്മൾ സ്റ്റാഫിനെ ഹയർ ചെയ്തെടുത്തു, നമ്മുടെ കയ്യിൽ കുറെ സ്റ്റാഫ് ഉണ്ട്. ഇനി നമ്മൾ അവരെന്ത് ചെയ്യണം? ചിലപ്പം ഹി ഓർ ഷീ ഈസ് വെരി മച്ച് ഇന്റലിജന്റ് ക്രിയേറ്റിംഗ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ കിട്ടില്ലായിരിക്കും. അപ്പം നമ്മൾ പ്രോപ്പർലി അവരെ ആ ടൈപ്പ് ടാസ്കിലേക്ക് മാറ്റുക, വേറെ ഓപ്ഷൻ ഇല്ല. ദെൻ ക്യാപ്പബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. അപ്പം ഓവറോൾ പ്രൊജക്ട് ഒബ്ജക്റ്റീവിനെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ അവരെന്ത് ചെയ്യണം? നമ്മൾ ഓരോ ടീമിലേക്ക് ഐഡന്റിഫൈ ചെയ്ത് അവരെ വിടുക. നമ്മുടെ ഫൈനൽ എയിം എന്ന് പറഞ്ഞാൽ ഫൈനൽ ഡെവലപ്മെന്റ് ഓഫ് ദി പ്രൊജക്റ്റ് ആണ്. പേഴ്സണൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, ദിസ് ഇൻക്ലൂഡ് എസ്റ്റിമേഷൻ ഓർ അലോക്കേഷൻ ഓഫ് റൈറ്റ് പേഴ്സണൽ ഇൻഡിവിജ്വൽസ് ഫോർ ദി റൈറ്റ് ടൈപ്പ് ഓഫ് ടാസ്ക്. ഹയർ ചെയ്ത ആളെ റൈറ്റ് ടാസ്കിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് വിടുക. അവരുടെ ക്യാപ്പബിലിറ്റി
നമ്മുടെ പ്രൈമറി എയിം ഓർ ഒബ്ജക്റ്റീവ് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവരുടെ എഫേർട്ട്, എക്സ്പീരിയൻസ് അതൊക്കെ നമ്മുടെ ഈ എയിമിലേക്ക് കൊണ്ടുവരിക. അത് തന്നെയാണ് പ്രോപ്പർലി പ്ലാൻ ചെയ്ത് അവരുടെ എഫേർട്ട്, സ്കില്ല്, അവരുടെ എക്സ്പീരിയൻസ് എന്ത് ചെയ്യണം, നമ്മളതൊരു അവർക്ക് സാലറി കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരെ മാക്സിമം നമ്മൾ ഊറ്റി നമ്മുടെ കമ്പനിയുടെ പ്രൊജക്ട് ഡെവലപ്മെന്റിലേക്ക് നമ്മൾ മാക്സിമം അവരെ ഊറ്റുക. അത് തന്നെയാണ് പറയുന്നത് കാപ്പബിലിറ്റി മാക്സിമം നമ്മൾ അവരുടെ 100% എഫേർട്ടും നമ്മൾ കമ്പനിയിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അവർ ഫൈനൽ എയിം ഈസ് ടു ഡെവലപ്പ് അവർ എന്ന് പറഞ്ഞാൽ നമ്മളാണ് കമ്പനി നടത്തുന്നത്. അവർ എയിം ഈസ് ടു ഡെവലപ്പ് ദി സോഫ്റ്റ്വെയർ. ഇത്രയും കാര്യങ്ങൾ സ്റ്റാഫിംഗ് ആൻഡ് പേഴ്സണൽ പ്ലാനിങ്ങിൽ ഓർത്തിരിക്കുക. ക്ലിയർ ആണോ? ഒരു രണ്ടാൾക്കാരൊന്ന് എക്സ്പ്ലെയിൻ കമന്റ് ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് പറയായിരുന്നു. ദേവിക, ദിൽന. സാർ ഓക്കെ ആണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് സൈഡ് ഹെഡിങ് എഴുതാം, സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന് എഴുതാം. നെക്സ്റ്റ് സൈഡ് ഹെഡിങ് സോഫ്റ്റ്വെയർ ഡിസൈൻ. കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ, ബോറടിപ്പിക്കാണ്ട് വേഗം പറയാം. സോഫ്റ്റ്വെയർ ഡിസൈനിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മെമ്മറിയിൽ വരണം. എന്തൊക്കെയാണ്? വി ഹാവ് എ document known as SRS document, software requirement specification. Then we have to design our software based on SRS. കാരണം നമ്മുടെ കസ്റ്റമറിന് കുറെ റിക്വയർമെന്റ്സ് ഉണ്ടായിരുന്നു. അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ വർക്ക് ചെയ്യണം, ഇങ്ങനെ വർക്ക് ചെയ്യണം. അതൊക്കെ റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് ടീം എവിടെ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്? SRS ഡോക്യുമെന്റിൽ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷനിൽ വർക്ക്ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. An SRS document consists of functional requirements, നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് ആൻഡ് പ്രൊജക്ട് ഗോൾ. അത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ദെൻ ബേസ്ഡ് ഓൺ SRS document we have to design our project or we have to design our software. ക്ലിയർ ആണേ? ദെൻ ഹൗ വി പെർഫോം സോഫ്റ്റ്വെയർ ഡിസൈൻ. ഈ ഒരു ഡയഗ്രം ഓർത്തിരിക്കുക. ഈ ഡയഗ്രം സ്പീഡിലൊന്ന് വരക്കുക. ഈ ഡയഗ്രം ഒന്ന് ഓർത്തിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ഇനിഷ്യൽ റിക്വയർമെന്റ്സ് ഫ്രം ദി കസ്റ്റമർ സൈഡ് ഓർ ഫ്രം ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എല്ലാ റിക്വയർമെന്റ്സും നമ്മൾ SRS ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഡിസൈൻ ടീം ഫസ്റ്റ് ഓഫ് ഓൾ ഗ്യാദർ ഓർ കളക്ടിങ് ദി യൂസർ റിക്വയർമെന്റ്സ്. ഡിസൈൻ ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യണം? ദേ ഹാവ് ടു കളക്ട് ദി ഡാറ്റ ഫ്രം റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് ടീം. അവരുടെ കയ്യിൽ നിന്ന് റിക്വയർമെന്റ് വാങ്ങി. ദെൻ ദേ ഹാവ് ടു പ്രോപ്പർലി അനലൈസ് ദി റിക്വയർമെന്റ് ഓർ ഡാറ്റ. ആ റിക്വയർമെന്റ്സിനെ അവരെന്ത് ചെയ്യുന്നു? സ്റ്റഡി ചെയ്യുന്നു. അനലൈസ് മീൻസ് ബ്രേക്ക് ഡൗൺ ആൻഡ് സ്റ്റഡി. എല്ലാ റിക്വയർമെന്റ്സിനെയും അവർ പ്രോപ്പർലി അനലൈസ് ചെയ്യുന്നു. ദെൻ ദേ ആർ കൺസീവ് ചെയ്യാന്ന് വെച്ചാൽ അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? ദേ ആർ ക്രിയേറ്റിംഗ് ഓർ ഇംപ്ലിമെന്റിങ് എ ഹൈ ലെവൽ ഡിസൈൻ. ഹൈ ലെവൽ ഡിസൈൻ ചെയ്ത ഉടനെ അവരെന്ത് ചെയ്യുന്നു? അതൊരു ലൂപ്പ് പോലെയാണ്. ദേ ആർ വാലിഡേറ്റിംഗ് ദെയർ ഡിസൈൻ അഗെയിൻസ്റ്റ് ദി റിക്വയർമെന്റ്. അവർ ഡിസൈൻ ചെയ്തത് റിക്വയർമെന്റുമായിട്ട് ഒന്ന് വാലിഡേറ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡ് നോക്കുക. ദേ ആർ വാലിഡേറ്റിംഗ് ദ ഡിസൈൻ വിത്ത് റിക്വയർമെന്റ്സ്. വീണ്ടും അവർ സ്റ്റഡി ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ദെൻ ഓരോ റിക്വയർമെന്റ്സും സോൾവ് ഔട്ട് ചെയ്യുന്നുണ്ടോ, അതിനൊക്കെ ആൻസേഴ്സ് അവർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. മീൻ വൈൽ എന്താ അവർ ഉദ്ദേശിക്കുന്നത്? റിക്വയർമെന്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിസൈൻ അവർ ചെയ്ത് നോക്കും, അതിനെ പ്രോപ്പർലി വാലിഡേറ്റ് ചെയ്ത് നോക്കും. ദെൻ ദേ ആർ റിഫൈനിങ് ആൻഡ് ഡോക്യുമെന്റിങ് ദി ഡിസൈൻ. റിഫൈൻ ചെയ്യുക, ഡോക്യുമെന്റ് ചെയ്യുക. റിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? റിഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? 1 by 1 ആയിട്ട് അതിനെ കറക്റ്റ് ചെയ്യാം. റിഫൈനറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? പെട്രോൾ റിഫൈനറി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമ്മളെ ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്ത് പെട്രോളും ഡീസലും ആക്കണം. അത്രയും കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ റിഫൈൻ ചെയ്യാം. നമ്മളെ കോഡിനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് റിഫൈൻ ചെയ്യാം, പ്രോപ്പർലി ഡോക്യുമെന്റ് ചെയ്യാം. ഫൈനലി വി ആർ ഗെറ്റിംഗ് കംപ്ലീറ്റഡ് ഡിസൈനിങ്. സോ ആക്ഷൻ സ്റ്റാർട്ട് ഫ്രം ഇനീഷ്യൽ റിക്വയർമെന്റ്സ്. വി ഹാവ് ടു ഗ്യാദർ ഇൻഫർമേഷൻ ഫ്രം റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് ടീം. We have to analyze the requirement. Then we are creating a high level design, properly refining it, and finally we are completing the design. അപ്പം ഇതാണ് ഒരു ഡിസൈൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഡയഗ്രാം ഫാസ്റ്റ് ആയിട്ടൊന്ന് വരച്ചു വെക്കുക. ഞാൻ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ തരുമ്പോൾ ഇതൊക്കെയാണ് ചോദിക്കുക. അപ്പം നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഫോട്ടോ എടുത്ത് അയക്കാൻ പറ്റും. ദേവിക, ബേബി, ശ്രീഷ്മ, കോൺസെപ്റ്റ് ഓഫ് ഡിസൈനിങ് ക്ലിയർ അല്ലേ?
അതെ സർ, ക്ലിയർ ആണ്. സർ ഓക്കെ ആണ്. ഓക്കെ, താങ്ക് യു. നഫായിക്ക് ഒന്ന് ഹലോ പറഞ്ഞേ. റോഷൻ നമ്പ്യാർ ഒരു ഹലോ പറഞ്ഞേ. വിഷ്ണു വിനോദ്. ഓക്കെ, ദെൻ വി ഹാവ് കംപ്ലീറ്റഡ് ഡിസൈൻ. ഇനി ഈ ഡിസൈനിനെ നമുക്ക് വിഷ്ണുവിനോദ് ഓക്കേടാ. ഓക്കെ, ഈ ഡിസൈനെ നമുക്ക് രണ്ടായിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇയാളുടെ ഡിസൈൻ, ഒരു ഡിസൈൻ എഞ്ചിനീയറിന്റെ ഡിസൈൻ കൺസെപ്ച്വൽ ആയിരിക്കും. ഹൗ ഇറ്റ് ആക്ട് അല്ലെങ്കിൽ ഹൗ ഇറ്റ് ലുക്ക് ലൈക്ക്, ആ ഒരു ഡിസൈൻ ആർക്ക് വേണ്ടിയിട്ടാണ്? ഇസ് ഫോർ കസ്റ്റമർ. ദെൻ വേറൊരു ഡിസൈൻ ഉണ്ട്, ടെക്നിക്കലി അയാൾ ഡിസൈൻ ചെയ്യുന്ന ഡിസൈൻ ആർക്കായിരിക്കും? ഡെവലപ്പേഴ്സ് ആണ്. അതായത് കോഡ് ചെയ്യുന്ന, ഇംപ്ലിമെന്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് വേണ്ടിയും അയാൾ ഒരു ഡിസൈൻ ഉണ്ടാക്കണം. നമുക്ക് അതിലേക്ക് പോവാം. ഒരു ഡിസൈനർ ഡിസൈൻ രണ്ടു പേർക്ക് വേണ്ടി ഡിസൈൻ ചെയ്യേണ്ടി വരും. ഒന്ന് കസ്റ്റമറിന് വേണ്ടി കൺസെപ്ച്വൽ ഡിസൈൻ, രണ്ട് സിസ്റ്റം ബിൽഡേഴ്സിന് വേണ്ടി, അതിനെ നമ്മൾ ടെക്നിക്കൽ ഡിസൈൻ എന്നാണ് പറയാം. ഓക്കെ ആണോ? സാരംഗ് പ്രേം, we have conceptual design and technical design. Conceptual design mainly focusing customer, technical design focus ചെയ്യുന്നത് സിസ്റ്റം ബിൽഡേഴ്സിനെയാണ്. ക്ലിയർ ആണോ? ഒരു ഹൈഫൺ ഇട്ട് എഴുതുക. കൺസെപ്ച്വൽ ഡിസൈൻ that tells the customer exactly what the system will do. That tells the customer exactly what the system will do. That tells the customer exactly what the system will do. Next line is the technical design. Technical design that allow system builders to understand, that allow system builders to understand, that allow system builders to understand actual hardware and software, actual hardware and software needed to solve customers problem. Actual hardware and software needed to solve customers problem. അപ്പം ഇത്രയും പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഡിസൈനേഴ്സ് രണ്ട് ടൈപ്പ് ഓഫ് ഡിസൈൻസ് ഉണ്ടാക്കി. ഫസ്റ്റ് വൺ കൺസെപ്റ്റൽ ഡിസൈൻ ഫോർ കസ്റ്റമേഴ്സ്, ഹൗ ദ സിസ്റ്റം വിൽ ലുക്ക് ലൈക്ക്. ചിലപ്പം ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ വരച്ച് ട്രാൻസിഷൻ ഡയഗ്രാം ഒക്കെ കാണിച്ച് PPT-യിലൊക്കെ പ്രസന്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ടെക്നിക്കൽ ഡിസൈൻ, അത് കാണുമ്പോൾ സിസ്റ്റം ബിൽഡറിന് മനസ്സിലാവണം, കോഡ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവണം, വാട്ട് ഓൾ തിങ് വി ഹാവ് ടു ഇംപ്ലിമെന്റ്, ഹൗ ദ ആർക്കിടെക്ട്. അതിപ്പോൾ നമ്മൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. ആർക്കിടെക്ചർ കൺസിഡർ ചെയ്യണം, ഇന്റർഫേസസ് കൺസിഡർ ചെയ്യണം, കോമ്പോണന്റ് ലെവലിൽ കൺസിഡർ ചെയ്യണം, എന്നാലേ ഡിസൈൻ ചെയ്യാൻ പറ്റൂ. അത് നമ്മൾ പഠിക്കും. ഇപ്പം മനസ്സിലാക്കുക, ടെക്നിക്കൽ ഡിസൈൻ ഡെവലപ്പറിന് മനസ്സിലാവും, യൂസറിന്റെ റിക്വയർമെന്റ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് അയാൾക്ക് അറിയേണ്ടതെന്ന് അയാൾക്ക് മനസ്സിലാവും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഒന്ന് രണ്ട് പേര് യെസ് പറഞ്ഞാൽ നമുക്ക് അറ്റൻഡൻസിലേക്ക് പോകാം. എല്ലാവരും ഉറങ്ങിപ്പോയോ? നിതിൻ ബാബു, താങ്ക് യു. ഓക്കെ, ഷഹല, റസാന, താങ്ക് യു. ഓക്കെ ഓക്കെ, ദെൻ അറ്റൻഡൻസിലേക്ക് പോവാം. താങ്ക് യു. ആകാശ്, ആകാശ് രാജാവ് എവിടെയുണ്ടോ?